ഇസ്രായേൽ നിരന്തരമായി ബോംബാർഡ് ചെയ്യപ്പെടുന്നു, ആക്രമിക്കപ്പെടുന്നു. ഒരു വിഭാഗവുമായി കരാർ ഏർപ്പെട്ടാലും മറ്റ് വിഭാഗങ്ങളുണ്ട്. ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും സൂചിപ്പിക്കുന്നത് പോലെ ഇസ്രായേലിനും പലസ്തീനും ഒരുപോലെ തന്നെ സ്വതന്ത്ര പരമാധികാര രാജ്യങ്ങളായി വെസ്റ്റ് ഏഷ്യയിൽ നിലനിൽക്കാനും പരസ്പരം അംഗീകരിക്കാനുമുള്ള സന്മനസ് ഇരു കൂട്ടരും കാണിച്ചില്ല എങ്കിൽ മിസൈൽ സംവിധാനങ്ങളെക്കുറിച്ച് നാം ഏറെ സംസാരിക്കേണ്ടി വരും. നിരന്തരം ഉണ്ടാകുന്ന ആക്രമണങ്ങൾക്ക് മിസൈൽ കവചം പോരാതെ വരും. പലപ്പോഴും ഈ അയൺ ഡോം ഭേദിച്ചുകൊണ്ട് മിസൈലുകൾ ഇസ്രയേലിൻ്റെ മണ്ണിൽ പതിച്ചു. കാര്യമായ കാഷ്വാലിറ്റി, ഹ്യൂമൻ കാഷ്വാലിറ്റി ഉണ്ടായില്ല എന്നതുകൊണ്ട് മാത്രമാണ് അത് വലിയ വാർത്തയാകാതിരുന്നത്. പക്ഷേ ഇവിടുത്തെ ചോദ്യമെന്ന് പറയുന്നത് സമാധാനം അകലെയാണോ? സമാധാനം അത്ര അകലെയല്ല എന്ന് തന്നെയാണ് വളരെ ഒപ്റ്റിമിസ്റ്റിക്കായി നമുക്ക് ചിന്തിക്കാവുന്നത്. കാരണം ഒരിക്കൽ കൂടി ഖത്തർ നയതന്ത്ര മേശകൾ തുറന്നിട്ടിരിക്കുന്നു. നമുക്കറിയാം ഖത്തർ മധ്യസ്ഥത വഹിക്കുന്ന രാജ്യമാണ്. ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കൈറോയിലും ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹയിലുമൊക്കെ നയതന്ത്ര ചർച്ചകൾ നടക്കുന്നു. ഹമാസിൻ്റെ പ്രതിനിധികൾ, ഇപ്പോൾ ഹമാസിൻ്റെ ഉന്നത നേതൃത്വം മുഴുവൻ തന്നെ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു കഴിഞ്ഞു. യഹ്യ സിൻവാറും അതുപോലെ ഇസ്മായിൽ ഹനിയായും എല്ലാം തന്നെ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. ഹിസ്ബുള്ളയുടെയും പ്രധാന നേതാക്കൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. എന്നാൽ അവശേഷിക്കുന്ന ഹമാസിൻ്റെ നേതൃത്വം ഇപ്പോൾ ഇതാ ദോഹയുടെ മണ്ണിലെത്തിയിരിക്കുന്നു. ദോഹയിൽ അവിടുത്തെ ഭരണാധികാരികളുമായി ചർച്ചയിലാണ്. അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ട്രംപ് അധികാരമേൽക്കുന്നതിന് മുൻപ് തന്നെ ഇതെല്ലാം ക്ലിയറാക്കി വെട്ടിപ്പാക്കണം എന്ന ഒരു അന്ത്യശാസനം അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ട് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് മുൻപ് തന്നെ ജനുവരി 20, 2025 മുൻപ് തന്നെ ഏതെങ്കിലും രൂപത്തിൽ ഒരു വെടിനിർത്തൽ കരാറും അതുപോലെ ബന്ദി കൈമാറ്റവും അതോടൊപ്പം തന്നെ ഇസ്രായേൽ സേനയെ ഹമാസ് ഒരിക്കൽ നിയന്ത്രിച്ചിരുന്ന ഗാസയുടെ മണ്ണിൽ നിന്നും വിഡ്രോ ചെയ്യുകയും ഗാസയ്ക്ക് പോസ്റ്റ് വാർ ഗാസയ്ക്കായി ഒരു പുനരുജ്ജീവന പാക്കേജ് ഉണ്ടാവുകയും എല്ലാം ചേരുന്ന സമഗ്ര കോംപ്രഹെൻസീവായ ഒരു കരാറാണ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. കുറേ കാലമായി അണിയറയിൽ ഇത് ഒരുങ്ങുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ സംഭവിക്കും എന്ന് പറയുന്നതല്ലാതെ ഇതുവരെ സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ പൊതുവെ അവിടെ ആ ഫ്രണ്ടിൽ സമാധാനം കാണുന്നു. ഹൂതികളുടെ ഭാഗത്തു നിന്ന് മാത്രമാണ് വലിയ പ്രകോപനം ഉണ്ടാകുന്നത്. സിറിയയുടെ ആഭ്യന്തര യുദ്ധം ഏതാണ്ട് അവസാനിച്ചു. അവിടെ HTSൻ്റെ തലവൻ അബു മുഹമ്മദ് അൽ ജുലാനിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംവിധാനം അവിടെ അധികാരത്തിൽ വന്നു. ഇസ്രയേലുമായി പരസ്യമായ ഏറ്റുമുട്ടലില്ല എന്ന് സിറിയയുടെ പുതിയ നേതൃത്വം പറഞ്ഞ സ്ഥിതിക്ക് ഇറാനിൽ നിന്നും കാര്യമായ ശബ്ദങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിൽ കേൾക്കുന്നുമില്ല. അങ്ങനെയെങ്കിൽ തീർച്ചയായും സമാധാനത്തിനുള്ള ഒരു ചെറിയ ഒരു നുറങ്ങു വെളിച്ചം അത് അതീവ അനധിവിദൂരമായ ഭാവിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പൂർണ്ണ സമാധാനത്തിലേക്ക് എത്തിയില്ല എങ്കിൽ പോലും സംഘർഷം ലഘൂകരിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. ഡിഫൻസ് സംവിധാനം സമാന്തരമായി ഒരുങ്ങിക്കൊണ്ടിരിക്കും. ധാഡ് മിസൈലുകൾ കൂടുതലായി വിന്യസിച്ചുകൊണ്ടിരിക്കും. ഏത് നിമിഷവും മറ്റൊരാക്രമണം ഉണ്ടാകാം. കാരണം അത്രയ്ക്ക് സ്ഫോടനാത്മകമാണ് പൊതുവെയുള്ള വെസ്റ്റ് ഏഷ്യയിലെ സ്ഥിതിഗതികൾ. എങ്കിലും ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്, അല്ലെങ്കിൽ ആദ്യം സംഭവിച്ചത് നമ്മൾ ആദ്യം വന്ന ഒരു ഇതാണ് ഒക്ടോബർ 7 ബെഞ്ച് മാർക്കായി എടുക്കുകയാണ്. ഒക്ടോബർ 7, 2023 ബെഞ്ച് മാർക്കായി എടുക്കുകയാണെങ്കിൽ ആ വിഷയം പരിഹരിച്ചു കഴിയുമ്പോൾ, അവിടെ പരിഹാരം ഉണ്ടായി കഴിയുമ്പോൾ മറ്റ് വിഷയങ്ങളെ കണ്ടെയ്ൻ ചെയ്യാനും വലിയ തോതിൽ ഒതുക്കി വയ്ക്കാനും സാധിക്കും എന്ന ശുഭപ്രതീക്ഷയാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്നും വരുന്നത്.